എന്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സ്വദേശിയാണ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്നതും വായിക്കുന്നതുമായ ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതാകട്ടെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. ഇന്നിപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും തൗഹീദുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇവിടെ മുജാഹിദുകളുടെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം. അപ്പൊ തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, കുഞ്ഞീദ് മദനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രമാദമായിട്ടുള്ള ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് അറിയാവുന്നതാണ്, സുവിദിതമാണ്. അദ്ദേഹത്തിന്റെ ഒരു വരി ഞാൻ വായിക്കാം. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വസ്തുവിന് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ഇത് കുഞ്ഞീദ് മദനി പഠിപ്പിച്ചതാണ്, മുജാഹിദുകളുടെ വിശ്വാസമാണ്, ആദർശമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു സുന്നിയാണ്. അപ്പൊ എന്റെ സംശയം എന്ന് പറയുന്നത്, അദൃശ്യമായ നിലക്ക്, അബൗദ്ധികമായ നിലക്ക് ഒരു സൃഷ്ടി സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണോ തൗഹീദാണോ എന്നുള്ളതാണ്. ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഉപചോദ്യങ്ങളുണ്ട്. ബഹുമാന്യരായ ഇതിന്റെ അഡ്മിന്മാർ എനിക്ക് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അനസ് മൗലവിയോടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം വളരെ വ്യക്തമാണല്ലോ. അദൃശ്യമായ നിലക്ക്, അബൗദ്ധികമായ നിലക്ക് ഒരു സൃഷ്ടി സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ, ചോദിക്കുന്നില്ല, വിശ്വസിച്ചാൽ അത് ശിർക്കാണോ അതല്ല തൗഹീദാണോ? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യനായ ചോദ്യകർത്താവ് നമ്മോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, അദൃശ്യമായ നിലക്ക് ഗുണദോഷങ്ങളെ പ്രതീക്ഷിക്കുക അതാണോ ശിർക്ക് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പാണ് പ്രാർത്ഥന. ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നീ നിന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തെ സ്വയം പ്രഖ്യാപിക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതാണത്. ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന്. ഈ പ്രാർത്ഥന എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരാളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്യന്തികമായി ഒരു ശക്തിയിൽ നിന്ന് സഹായത്തെ പ്രതീക്ഷിക്കുക, അതല്ലെങ്കിൽ ഒരു ശക്തിയിൽ നിന്ന് ആത്യന്തികമായ നഫ്ഇനെ, ഒരു ഉപകാരത്തെ പ്രതീക്ഷിക്കുക. ഈ ഉപകാരം സാധ്യമാകുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമാണ്. ആ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലറൂറത്ത് അല്ലെങ്കിൽ പ്രയാസകരമായ സംഗതികൾ, ആ സംഗതികളെ തടയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം കൊണ്ടാണ്. ഈ രംഗത്ത് മനുഷ്യർ വീഴ്ച വരുത്തുകയും അല്ലാഹു അല്ലാത്ത ശക്തികളിൽ നിന്ന് ഈ മറഞ്ഞ നിലക്കുള്ള സഹായങ്ങളും മറഞ്ഞ നിലക്കുള്ള പ്രതീക്ഷകളും വെച്ചു പുറത്തുക വഴിയാണ് ശിർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഉപകാരോപദ്രവങ്ങൾ ഈ അദൃശ്യമായ രീതിയിൽ, അഭൗതികമായ രീതിയിൽ സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ വിശ്വാസ ആചാരങ്ങളെ അവൻ നിലനിർത്തിപ്പോകുന്നുവെങ്കിൽ അത് ശിർക്കു തന്നെയാണ്. ലോകത്ത് പ്രവാചകന്മാർ വിരോധിച്ച, ഇസ്ലാം വിരോധിച്ച സംഗതി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചോദ്യകർത്താവിന് അനുബന്ധമായ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചത്, അഭൗതികമായ രൂപത്തിൽ, അദൃശ്യമായ രൂപത്തിൽ ഒരു സൃഷ്ടി സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് അല്ലെങ്കിൽ ഷിർക്കാണോ എന്നുള്ളതായിരുന്നു. ഷിർക്കാണ് എന്നാണ് അല്ലെ? ഷിർക്കാണ്, അങ്ങനെയാണ് അനസ് മൗലവി പറഞ്ഞത്. അതിന്റെ ആകത്തുക നമ്മുടെ നാട്ടിൽ
ഇസ്തിഗാസയെ ന്യായീകരിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്ത ശക്തികളിൽ നിന്ന് ഉപകാരോപദ്രവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിലനിർത്തിപ്പോരുന്ന അഭൗതികവും അദൃശ്യവുമായ നിലയിൽ നടത്തുന്ന തേട്ടങ്ങളും, ഇനി തേട്ടമില്ല ആ രൂപത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അതുതന്നെയും ശിർക്കു തന്നെയാണ് എന്നു തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്റെ ഉപചോദ്യമാണ് ശ്രീ അനസ് മൗലവിയോട്. അങ്ങനെയാണെങ്കിൽ അഭൗതികമായ നിലക്ക് അദൃശ്യമായ നിലക്കുള്ള സഹായ പ്രതീക്ഷ ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കും എന്ന് താങ്കൾ അടക്കമുള്ള മുജാഹിദ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. സിഹർ ഫലിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും അഭൗതികമായ നിലക്ക് അദൃശ്യമായ നിലക്ക് ജിന്നോ പിശാചോ അവിടെ സഹായിക്കുന്നു എന്ന വിശ്വാസമാണ് അന്തസ്ഥമായിട്ടുള്ളത്, പ്രവർത്തനക്ഷമമാകുന്നത്. അതുവഴി നിങ്ങൾ അദൃശ്യമായ നിലക്ക് അഭൗതികമായ നിലക്ക് ജിന്നും പിശാചും സഹായിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ ഉള്ളത്. അതുവഴി നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം കുഞ്ഞീദ് മദനി അടക്കമുള്ള മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ച മാനദണ്ഡ പ്രകാരം നിങ്ങൾ ഇപ്പോൾ ഷിർക്കിലാണോ ഉള്ളത്? ഇതാണ് എന്റെ ഉപചോദ്യം. ജിന്നുണ്ട്, ജിന്നിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്, മലക്കുണ്ട്, മലക്കിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ സിഹറിൻ്റെതായ ളുറുകൾ പ്രയാസങ്ങളുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കുന്നു അത് ശിർക്കാണോ എന്നാണ്. ഒരിക്കലും അത് ശിർക്കായി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടില്ല. കാരണം ജിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു. ആ നിലക്ക് നാം മനസ്സിലാക്കുന്നു. ജിന്നിന്റെ ലോകത്തിൽ നിന്നുകൊണ്ട് ജിന്ന് പ്രവർത്തിക്കുന്നു, മലക്കിന്റെ ലോകത്തിൽ നിന്നുകൊണ്ട് മലക്ക് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സിഹിറിന്റേതായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട്, അതിൻ്റെതായ മാനദണ്ഡങ്ങൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അഭൗതികമായ അദൃശ്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഏർപ്പാടല്ല. അത്തരത്തിൽ സിഹിർ കൊണ്ടൊരു ഏർപ്പാടും നടത്താൻ കഴിയുകയുമില്ല. അങ്ങനെ കഴിയുമെന്നൊരാൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് ശിർക്കുമാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജിന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ജിന്നുകളും മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ കാര്യങ്ങളാണെന്നത് കൊണ്ട് തന്നെ മാ ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളയും റസൂലും ആ വിഷയത്തിൽ എന്ത് പ്രമാണമായി പറഞ്ഞിട്ടുണ്ടോ, വിശദീകരിച്ചിട്ടുണ്ടോ, അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ശിർക്കും വരുന്നില്ല, ഒരു കുഫ്റും വരുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അഭൗതികമായ നിലക്ക് സംഭവിക്കുന്നതാണ്, അത്തരമൊരു ഏർപ്പാടാണ് എന്ന ധാരണ നിങ്ങൾക്ക് സിഹർ എന്താണെന്നോ സിഹറിനെ സംബന്ധിച്ച ഇസ്ലാമികമായ നിലപാടുകൾ എന്താണ് എന്നോ മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇനി അതിന് പുറമെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ജിന്നിനോടൊരാൾ സഹായം തേടുന്നുവെങ്കിൽ, ഒരാൾ സഹായം തേടുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ജിന്നിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാക്കാൻ ജിന്നിനോട് തേടുന്നുവെങ്കിൽ, മലക്കിന്റെ നഫ്അ് കിട്ടാൻ, സഹായം കിട്ടാൻ മലക്കിനോട് തേടുന്നുവെങ്കിൽ അത് ശിർക്കു തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് അദൃശ്യമായ ഗൈബിയായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബിയായ സംഗതിയായതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആദത്തിനെ സംബന്ധിച്ച് പഠിപ്പിച്ചപ്പോൾ ജിന്നുകളിൽ നിന്നുള്ള, അതിലെ പിശാചുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സഹായം തേടാൻ, അള്ളാഹുവിനോട് സഹായം തേടാനുള്ള വചനങ്ങൾ, ലഫ്ലുകൾ പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആനിലെ മുഅവ്വദാത്തുകൾ നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും, ആ സൂറത്തുൽ ഫലക്കിലും സൂറത്തുൻ നാസിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആദത്ത് ചെയ്യാൻ വേണ്ടി കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സിഹ്റിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അതെ, ഈ രൂപത്തിൽ മനുഷ്യന് ദുർമന്ത്രം നടത്തിയിട്ട് ഒളിച്ചു കളയുന്ന പിശാചുക്കളിൽ നിന്ന് അഭയം ചോദിക്കാൻ അത് റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഈ വിഷയത്തിലേക്ക് ജിന്നോ മലക്കോ സിഹ്റോ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ആദർശം അതിനെതിരാവുന്നില്ല. നേരെ മറിച്ച് അതൊന്നുകൂടി സുബൂത്താവുകയാണ് ചെയ്യുന്നത് എന്ന് ബഹുമാന. ഹലോ, ഞാൻ നിഷാദ് കളമശ്ശേരി വീണ്ടും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, അതിന് ബഹുമാന്യനായ അനസ് മൗലവി നൽകിയ മറുപടി ഞാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ ചില പ്രശ്നമുണ്ട് അനസ് മൗലവി സാഹിബെ. കാരണം നിങ്ങൾ പറയുന്നു അബൗദ്ധികമായ നിലക്ക്, അദൃശ്യമായ നിലക്ക്
ഒരു സൃഷ്ടി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അതേസമയം നിങ്ങൾ സിഹർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നു. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്നാൽ ജിന്ന് അദൃശ്യ ജീവിയാണ്, അഭൗതിക ജീവിയാണ്. ആ ജിന്നിന്റെ കഴിവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ്, അഭൗതികമാണ്. കണ്ടോ, അബ്ദുറഹ്മാൻ സലഫി പറയുന്നു ജിന്ന് അല്ലെങ്കിൽ പിശാച് ഇതൊക്കെ അഭൗതിക ജീവിയാണ്, അദൃശ്യ ജീവിയാണ്, മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ്, അദൃശ്യമാണ് എന്നാണ്. അപ്പൊ സിഹർ ഫലിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അദൃശ്യമായ അഭൗതികമായ ജിന്നിൽ നിന്ന് ഗുണമുണ്ടാകുന്നു അല്ലെങ്കിൽ ദോഷമുണ്ടാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം നിങ്ങൾ ശിർക്ക് ചെയ്യുകയല്ലേ, അല്ലെങ്കിൽ ശിർക്കിലാവുകയല്ലേ നിങ്ങളുടെ വിശ്വാസം ചെയ്യുന്നത്? ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മർമ്മം. അതിന് ഒരു മറുപടി ബഹുമാന്യനായ അനസ് മൗലവി നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് മറുപടി. ബഹുമാന്യനായ സുഹൃത്ത് നിഷാദ് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒരു കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ കേൾപ്പിച്ച ക്ലിപ്പിലുള്ളത് വ്യക്തമാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബിൻ നിസ്ബത്തി ഇലൽ ഇൻസാൻ, മനുഷ്യനോട് നിസ്ബ ചെയ്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യനോട് നിസ്ബ ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത് ജിന്നുകളുടെ ഉപദ്രവം, ഉപകാരം അല്ലെങ്കിൽ ജിന്നുകളുമായി അവരുടെ കഴിവുകൾ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ്, അദൃശ്യമാണ്. വളരെ വ്യക്തമാണതിൽ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ബഹുമാനായ നിഷാദ് സാഹിബിന് നൽകിയ മറുപടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം വീണ്ടും ഒന്നുകൂടി വന്ന് ആവർത്തിക്കേണ്ടിയില്ലായിരുന്നു. ജിന്നുകളെ സംബന്ധിച്ച ഇൽമ് ഗൈബിയായ ഇൽമാണ്. അതുപോലെ തന്നെ മലക്കുകളെ സംബന്ധിച്ച ഇൽമ് ഗൈബിയായ ഇൽമാണ്. ജിന്നുകളുടെ ഉപദ്രവം എന്താണ്, അതെങ്ങനെയാണെന്നുള്ളത് അള്ളാഹു അവന്റെ കിതാബിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പ്രവാചകന്റെ വചനങ്ങളിലൂടെ എന്ത് വിശദീകരിച്ചു തന്നുവോ ആ വിശദീകരിച്ചതിനപ്പുറത്തേക്ക് ഒരു ഭൗതികമായ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുവാനോ വിശദീകരിക്കുവാനോ കഴിയുന്നതല്ല. മലക്കുകൾ അവരുടെ ഹഫളത്താണെങ്കിലും അതല്ലെങ്കിൽ ജിന്നുകളുടെ ഉപദ്രവങ്ങളാണെങ്കിലും ഇത്യാദി ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണോ പ്രമാണങ്ങളിലുള്ളത്, ഖുർആനിലും സുന്നത്തിലുമുള്ളത്, അള്ളയും റസൂലും പറഞ്ഞത്, അതിൽ വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു, അതുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു വർത്തമാനം പറയാൻ പാടുള്ളതല്ല. കാരണം ഇത് ഗൈബിയായ കാര്യമാണ്, വഹയിലൂടെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞതും റസൂല് പറഞ്ഞതും അംഗീകരിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവത്തെ തടയാൻ മലക്കുകളോട് തേടാമോ? ഒരിക്കലും തേടാൻ പാടില്ല. ഇനി അതല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു ജിന്നുകൾ ഉപദ്രവിക്കാതിരിക്കാൻ അവിടെയുള്ള മല്ലൻ ജിന്നിനോട് ചോദിക്കാമോ? ഉണ്ടെന്ന് കരുതുന്ന മല്ലൻ ജിന്നിനോട് ചോദിക്കാമോ? ചോദിക്കാൻ പാടില്ല. അവിടെ ജിന്നുള്ളതല്ലേ, അവർ ഹാജരാവുകയില്ലേ, അവരുടെ സാന്നിധ്യം ഉണ്ടാകില്ലേ, അവർ വിളിച്ചാൽ കേൾക്കൂലേ? ഇതൊന്നും അവിടെ മാനദണ്ഡമല്ല. നേരെ മറിച്ച് അങ്ങനെ ഒരാൾ ജിന്നിനോട് തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ്. ഒരാൾ മലക്കിനോട് തേടുന്നു എങ്കിൽ ശിർക്കാണ്. ഒരാളെ ഒരു അപകടത്തിൽപ്പെടുമ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ റഖീബാത്തീതുണ്ടല്ലോ, മലക്കാണല്ലോ, ആ മലക്ക് സാന്നിധ്യത്തിലുള്ളതാണല്ലോ, അതിനോട് തേടാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ തേടിയാൽ ശിർക്കാണ്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നതല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് അനുവദിച്ചിട്ടില്ല. അതാണ് നേരത്തെ വിശദീകരിച്ച കുഞ്ഞീദ് മദനിയുടെ ഗ്രന്ഥങ്ങളിലൂടെ കുഞ്ഞീദ് മദനി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുജാഹിദുകളുടെ കണ്ടുപിടുത്തമല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞതാണ്, ഖുർആൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ വിളിച്ചു നോക്കൂ. ആരെയാണ്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കുന്ന ശക്തികളുണ്ടല്ലോ, അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. അവർക്ക് നിങ്ങളുടെ ദുരിതം നീക്കാൻ കഴിയില്ല. നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനോ നിങ്ങളുടെ ഉപദ്രവത്തെ നീക്കുവാനോ അവർക്ക് സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിച്ചത്? മക്ക ഖുറൈശികളായ ആളുകള്, ജാഹിലിയ്യത്തിലെ ആളുകള് അവർ ജിന്നുകളോട് തേടുമായിരുന്നു. ആ ജിന്നുകൾ മരിച്ചവരായിരുന്നില്ല, ആ ജിന്നുകൾ ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോ അസ്ലമൽ ജിന്നിയൂൻ, ആ ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി.
ആ ജിന്നുകൾ ഖുർആൻ കേട്ട് മുസ്ലിങ്ങളായി, അവർ മുസ്ലിം ജിന്നുകളായി. എന്നിട്ടും ഈ പഴയപടി അഹ്ലുൽ ജാഹിലിയത്തിലെ ആളുകൾ അവരെ വിളിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ മുസ്ലിങ്ങളായ ജിന്നുകളോട് തേടുന്ന ആളുകളോടാണ് അല്ലാഹു പറയുന്നത്, ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ ഈ ശക്തികളോട് നിങ്ങൾ തേടി നോക്കൂ. മാലാ യംലികൂന കശ്ഫല്ലുരി അൻഹും വലാ തഹ്വീല, ജിന്നുകൾക്ക് പല കഴിവുകളോ ജിന്നുകൾക്ക് പല സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അക്കൂട്ടത്തിൽ മല്ലൻ ജിന്നുകളോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാനോ നിങ്ങളുടെ ദുരിതം നീക്കുവാനോ കഴിയില്ല. ഉലൈകല്ലദീന യദൂൻ വയബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അഥവാ നിങ്ങൾ വിളിക്കുന്ന ജിന്നുകൾ അവർ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്, അവർ മുസ്ലിങ്ങളായിരിക്കുകയാണ്, അവർ റബ്ബിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ എല്ലാ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും ഒഴിവായിരിക്കുകയാണ്, അവരെന്ന് മുവഹിദുകളാണ്, തൗഹീദുള്ള അഥവാ യഥാർത്ഥ മുസ്ലിങ്ങളായ മുത്തുനബിയുടെ അനുയായികളായ ജിന്നുകളാണ്. ആ ജിന്നുകളെ വിളിച്ചവരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. ആ കാര്യം തന്നെയാണ് ബഹുമാനനായ കുഞ്ഞീദ് മദനി എഴുതി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അപ്പൊ കൃത്യമാണ് വിഷയം. ജിന്നുകളുണ്ട്, ഒരു സംശയമില്ല. മലക്കുകളുണ്ട്, ഒരു സംശയമില്ല. മലക്കുകൾ അവരുടേതായ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്, സംശയമില്ല. ജിന്നുകൾ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇന്നാ മിന്ന സ്വാലിഹൂന വ മിന്നാ ദൂന ദാലിക വ കുന്നാ തറായിക ഖിദദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ സ്വാലിഹുകളായ ജിന്നുകളുണ്ട്, മോശം ജിന്നുകളുണ്ട്, ഇടയിൽ നടക്കുന്ന ഈ രണ്ടും പെടാത്ത ജിന്നുകളുണ്ട്. അങ്ങനെ പല ജിന്നുകളും ഉണ്ടാകാം, അവർക്ക് പലതരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാം. പക്ഷേ നമ്മളുമായി ബന്ധപ്പെടുത്തുമ്പോൾ അവർ ഗൈബിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോട്, തന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് അവന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് പോലെ ഈ മറഞ്ഞ ഗൈബിയായ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ, അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യനായ ഈ ജിന്നുകളോട് ചോദിക്കാൻ പാടില്ല. കാരണം ആ ഗൈബിയായ അവസ്ഥ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാജറായാൽ തന്നെ അഥവാ അടുത്തുണ്ടെങ്കിൽ തന്നെ അദൃശ്യരായ ആളിന്റെ ഹുക്കുമിൽ തന്നെയാണ് അവരെ പെടുത്തുക. അഭൗതികമായി അദൃശ്യമായി തേടുന്ന വിധി തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ജിന്നിനോട് തേടുന്നത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞത്, മലക്കുകളോട് തേടുന്നത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞത്. ഈ വാദമുന്നയിച്ച് കുഞ്ഞീദ് മദനി എഴുതിയത് അത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിവിടെ സാധിക്കുകയില്ല. കുഞ്ഞീദ് മദനിയുടെ വാക്കുകൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു, അത് എഴുതിയ സാഹചര്യം എന്താണെന്ന് വിശദീകരിച്ചു, അതിന്റെ ആശയം എന്താണെന്ന് വിശദീകരിച്ചു. അത് വളരെ കൃത്യമായി ഇവിടെ സമർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ചോദ്യകർത്താവ് ഒന്നുകൂടി ഒരൽപ്പം കൂടി കാര്യഗൗരവത്തോടെ വിഷയത്തെ മനസ്സിലാക്കണമെന്നാണ് സ്നേഹബുദ്ധിയ. ഹലോ. അപ്പോ ഞാന് ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നു എന്ന് പരാതി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക, നബി അങ്ങ് ശിർക്ക് ചെയ്താൽ പോലും അങ്ങയുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് മുത്ത് റസൂലുള്ളാഹിയോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അനസ് മൗലവി പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തത വരാൻ വേണ്ടിയാണ് ഞാൻ അത് വീണ്ടും ചോദിച്ചത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഓതുന്ന ആയത്താണ്. എന്താണ്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതല്ല, ഇനി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നതുമല്ല എന്ന് നിങ്ങളടക്കമുള്ള പുരോഹിതന്മാർ, പണ്ഡിതന്മാർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സിഹ്ർ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷിർക്കാണെന്നും നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ കായക്കൊടി ഹനീഫയുടെ ഒരു പ്രസംഗം ഞാൻ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കേട്ടോ. ശ്രീ കായക്കൊടി ഹനീഫ അടക്കമുള്ളവർ പറയുന്നത് ജിൻ എങ്ങനെയാണ് കേൾക്കുന്നത്, ജിൻ എങ്ങനെയാണ് അറിയുന്നത്, ജിൻ എങ്ങനെയാണ് നമ്മുടെ ചോദ്യം മനസ്സിലാക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്നു സിഹ്ർ ഫലിക്കും. അപ്പൊ സാഹിർ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് കൊണ്ടാണല്ലോ ഈ സിഹ്ർ ഷിർക്കാകുന്നത്. സാഹിർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണല്ലോ സിഹ്ർ മറ്റേ ഷിർക്കായി മാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാഹിറിന്റെ പ്രാർത്ഥന ഇവിടെ ജിന്ന് കേൾക്കുന്നു അല്ലെങ്കിൽ പിശാച് കേൾക്കുന്നു എന്ന വിശ്വാസം വരുന്നു. പ്രാർത്ഥന കേട്ട് ഈ മറ്റേ ജിന്നോ പിശാചോ സഹായിക്കും. അത് മറ്റേ മൂവാറ്റുപുഴ സംവാദത്തിൽ ശ്രീ കായക്കൊടി ഹനീഫ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ മറ്റേ സാഹിറിന്റെ സഹായാർത്ഥന കേട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ട് ഈ ജിന്ന് സഹായിക്കും, അല്ലെങ്കിൽ ജിന്ന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുന്നു, പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യം വരികയില്ല. കാരണം നിങ്ങൾ തന്നെ പറയുന്നു അവരോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കൂല, നീ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്ന് നിങ്ങൾ പറയും.
മറുഭാഗത്ത് നിങ്ങൾ പറയുന്നു സിഹർ ഫലിക്കുമെന്ന്. അപ്പൊ സിഹർ ഫലിക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് പ്രതിപ്രവർത്തിക്കുകയാണ്. അതിനൊരു മറുപടി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ബഹുമാനനായ നിഷാദ് സാഹിബിന് ഈ വിഷയത്തിലുള്ള പഠനക്കുറവ്, അങ്ങനെ പറയുന്നുള്ളൂ, ആ പഠനക്കുറവ് വ്യക്തമാക്കിയിരുന്നു. എന്താണ് സിഹർ, എന്താണ് ജിന്ന്, എന്താണ് ഈ പറയുന്ന മലക്ക്, ഇതിനെ സംബന്ധിച്ച ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ, ഇസ്ലാമികമായ നിലപാടുകൾ എന്താണെന്നുള്ളത് കൃത്യമായി നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത് സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ തന്നെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമാക്കി, ഒരാൾ സിഹർ വഴി അഭൗതികമായ നിലക്ക്, അദൃശ്യമായ നിലക്ക് ഉപകാരോപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നിലയിലാണ് സിഹർ എന്ന പ്രതിഭാസത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല, അത് ശിർക്കാണ്, ആ വിശ്വാസം ശിർക്കാണ്. അപ്പോൾ അഭൗതികമായ നിലക്കോ അദൃശ്യമായ നിലക്കോ ഈ പറയുന്ന സിഹർ വഴി ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാൻ കഴിയും എന്ന് ഒരാൾ വിശ്വസിക്കുന്നു സിഹറിനെ സംബന്ധിച്ചെങ്കിൽ ആ വിശ്വാസം, സിഹറുമായി ബന്ധപ്പെട്ട വിശ്വാസം അയാൾ ശിർക്കായി ആണ് ഭവിക്കുന്നത്. അത് ഒരിക്കലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തോടെ മറ്റു അമലുകൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്നാൽ സിഹർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശർറ് എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102 ആയത്തിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. താലീം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന നിലക്ക്, അഥവാ കാര്യകാരണ ബന്ധം ഉണ്ട്, പക്ഷേ അത് ഖഫിയാണ്. ആ നിലക്ക് ഈ പറയുന്ന സിഹർ ഭൗതികമായ നിലക്ക് തന്നെ അത് കാര്യകാരണ ബന്ധം അവ്യക്തമാണ് എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. നിങ്ങൾ മറിച്ചു നോക്കിയാൽ കാണാം, ബഹുമാനായ അമാനി മൗലവി സൂറത്തുൽ ബഖറയിലെ 102 ആയത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോ വളരെ വിശദമായി സിഹറിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് സിഹറിന്റെ വകുപ്പുകളിൽ വരുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. സിഹർ അഭൗതികമാണെന്നോ അല്ലെങ്കിൽ അദൃശ്യമാണെന്നോ ആ നിലക്കുള്ള വിശ്വാസത്തോടെയല്ല മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് സിഹറിനൊരു ശർറ് ഉണ്ടാകുന്നുവെങ്കിൽ അത് കാര്യകാരണ ബന്ധം അവ്യക്തമാകുന്ന രൂപത്തിലാണ് എന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനം എഴുതിയപ്പോഴും അവിടെയും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ശർറ്. ആ ശർറ് അഭൗതികമായ നിലക്കോ അദൃശ്യമായ നിലക്കോ ഒരാൾക്കുണ്ടാക്കാൻ കഴിയുന്നതോ ആ രൂപത്തിൽ വരുന്നതോ അല്ല. എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ രൂപത്തിൽ വരുന്നതായ ആ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക എന്നുള്ളതാണ്. അവിടെ ഖുർആൻ കൃത്യമായി പറഞ്ഞു, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ശർറ്. അപ്പൊ കൃത്യമാണ് ആരാണ് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നത്. അതിന്റെ ഒന്നാം തഫ്സീർ, അതിന്റെ ഒന്നാം വ്യാഖ്യാനം അസ്സവാഹിറു, സിഹ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ആ സിഹ്റ് വഴി ഉണ്ടാകുന്ന ശർറ്, ആ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ ശർറ് ഒരാൾ ഉണ്ടാക്കുന്നത് അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി എന്നൊന്നും അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതില്ല. നേരെ മറിച്ച് കാര്യകാരണ ബന്ധം ഖഫീ ആയിരിക്കും, അത് വ്യക്തമാവുകയില്ല. വ്യക്തമാകാത്ത നിലക്ക് നടത്തുന്ന ഗൂഢപ്രവർത്തനങ്ങൾ എന്നാണ് സിഹ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കൃത്യമായി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചത്. നിങ്ങൾ പറയുന്ന പ്രാർത്ഥനയും അതുമായി ഒരിക്കലും ഒരു തരത്തിലും ഒരു പ്രശ്നമുണ്ടാക്കുകയോ എതിരാവുകയോ ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ സിഹ്റായും മലക്കിനെ മലക്കായും ജിന്നിനെ ജിന്നായും പ്രാർത്ഥനയെ പ്രാർത്ഥനയായും വേർതിരിച്ചു തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ എന്ത് പറയുന്നുവോ അത് മാത്രമാണ് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനും പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഒരു നിലക്കും പോവുകയില്ല എന്നുള്ളതാണ് ബഹുമാനനായ നിഷാദ്. അപ്പോ നേരത്തെ പറഞ്ഞ ഹലോ പറയാലോ അല്ലെ? അതിന്റെ പുതിയ ചോദ്യമാണ്. അപ്പൊ നേരത്തെ അനസ്മോലി പറഞ്ഞ ഞാനൊന്ന് സംഗ്രഹിക്കണം. അപ്പൊ അനസ്മോലി പറഞ്ഞ ആകത്തുക എന്ന് പറയുന്നത് ഈ അഭൗതിക പ്രതിഭാസമല്ല, അത് ഭൗതിക ലോകത്ത് നടക്കുന്ന ഭൗതിക പ്രതിഭാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുകയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി എന്റെ അടുത്ത ചോദ്യം നിങ്ങളുടെ ഈ കടലിലെ പഴമീറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ
വിഷയം അവതരിപ്പിച്ച തോന്നുന്നു ശ്രീ നസീറുദ്ദീൻ റഹ്മാനി. അദ്ദേഹം പറഞ്ഞു, പിഴച്ച പണ്ഡിതന്മാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ഇപ്പൊ നസാഫ് മൗലവി അദ്ദേഹം തന്നെ കാന്തപുരം APA അബൂബക്കർ മുസ്ലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പഴമേറിന് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട്ടെ തങ്ങന്മാരാണല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് പാണക്കാട്ടെ തങ്ങന്മാർ പിഴച്ചവരാണെന്ന് പറയാൻ കഴിയുന്നില്ല? ഒന്നത്. രണ്ടാമതായിട്ട്, ഞാനൊരു സുന്നിയാണ്. ആയതുകൊണ്ട് തന്നെ ഒരു സുന്നി വീക്ഷണത്തിൽ ഇപ്പോ നേരത്തെ ബാദുഷാ ബാക്കവി പറഞ്ഞു, അവിടെ എക്കോ വരുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നില്ല. ബാദുഷാ ബാക്കവി പറഞ്ഞു അവിടെ പഴമെറിയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഹാജരാകും എന്നൊക്കെയാണ് അവിടുത്തെ സുന്നികൾ വിശ്വസിക്കുന്നത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇനി മൊഹീദ്ദീൻ ഷെയ്ഖ് ഹാജരാകുമെന്ന് വിശ്വസിച്ചാൽ പോലും അതെങ്ങനെ ശിർക്കാവുമെന്നാണ്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. ഇവിടെ പഴമെറിയുക എന്ന് പറയുന്ന കർമ്മം, അവിടെ കുത്തുബിയത്ത് നടത്തുന്നു, അവിടെ റാത്തീബ് നടത്തുന്നു, അവിടെ നേർച്ച നടത്തുന്നു, അവിടെ മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഹാദാനിൽ ഹദീസാനി സ്വരീഹാനി ഫിൽ ഹസ്സി അലൽ ഇസ്തിഹ്ബാബി സന്നിൽ ഉമൂരിൽ ഹസനത്തി وتحريم سن الأمور السيئة وأن من سن سنة حسنة كان له مثل أجر كل من يعمل بها إلى يوم القيامة ومن سن سنة سيئة كان عليه مثل وزر من يعمل بها إلى يوم القيامة. എന്നാണ്. ഈ രണ്ട് ഹദീസുകളും നല്ല കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് സുന്നത്താണെന്നും മോശമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് നിഷിദ്ധമാണെന്നും വ്യക്തമാക്കുന്നു. ഒരാൾ ഒരു നല്ല ചര്യ നടപ്പിൽ വരുത്തിയാൽ അന്ത്യനാൾ വരെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്നതിനോട് തുല്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നും, തെറ്റായ ചര്യ നടപ്പിൽ വരുത്തിയവർക്ക് അതനുസരിച്ച് അന്ത്യനാൾ വരെ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന കുറ്റത്തോട് തത്തുല്യമായത് ലഭിക്കുമെന്നും ഹദീസ് വ്യക്തമാക്കുന്നു. ഇതെങ്ങനെയാണ് ഒരു തെറ്റായ കർമ്മമാവുക? പഴമെറിയുക എന്നുള്ളത് അവിടുത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ആ പഴം അത് സൽക്കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം കടലിലേക്ക് എറിയുന്നു. കടലിലെ മറ്റേ ജന്തുജാലങ്ങൾ ഭക്ഷിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പഴമാകട്ടെ, അല്ലെങ്കിൽ ഒരു സസ്യമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഫലമാകട്ടെ, അത് ജന്തുജാലങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ സുന്നത്താണ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതിനെ എന്ത്? സഹോദരങ്ങളെ, നേരത്തെ ബഹുമാനനായ ശ്രീ നിഷാദ് വിശദീകരിച്ച ചോദ്യങ്ങൾ, ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ വിശദീകരണങ്ങൾ, ആ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം തൻ്റെ നിലപാടുകൾ മാറ്റി പുതിയൊരു ചോദ്യവുമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതും ആലോചിക്കാവുന്നതുമാണ്. ഇവിടെ ഒരു തങ്ങൾ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ തങ്ങളല്ലാത്ത ഒരു കാര്യം ചെയ്തു എന്നുള്ളതല്ല ഒരു വിഷയം വിശദീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം. തങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു കാര്യം പറയാതിരിക്കുകയോ, തങ്ങളല്ലാത്ത ഒരാൾ ചെയ്താൽ അത് പറയുകയോ ചെയ്യുക എന്നുള്ളത് അത് ഹിസ്ബിയത്താണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം പ്രസിദ്ധമാണ്. എൻ്റെ മകൾ ഫാത്തിമ അവളാണ് കെട്ടതെങ്കിൽ പോലും അവരുടെ കൈ ഞാൻ മുറിക്കുമെന്നല്ല, കതഅതുയദഹ, അവരുടെ കൈ ഞാൻ മുറിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അഥവാ ഒരു വിധി പറയേണ്ടി വരുമ്പോൾ അത് തങ്ങൾക്കെതിരാണോ, അഹ്ലുബൈത്തിനെതിരാണോ, വേറെ ആർക്കെങ്കിലും എതിരാണോ എന്ന് ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടല്ല വിശദീകരിക്കേണ്ടത്. പാണക്കാട് തങ്ങളായിരുന്നാലും ഇനി അല്ലാത്ത തങ്ങളായിരുന്നാലും തങ്ങളല്ലാത്ത ഒരാളായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചുകൊണ്ട് ദീൻ പറയുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്ത് തന്നെ അത് പറഞ്ഞു. ഒരു ഫിത്നയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ കിതാബുൽ ഫിത്നിൽ മഹാനായ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. അത് വരുന്നത് എൻ്റെ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഒരാളുടെ ഖദമിൽ നിന്നായിരിക്കും, അയാളുടെ കാൽച്ചുവട്ടിൽ നിന്നായിരിക്കും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അത്തരം ഒരാൾ അഹ്ലുബൈത്താണ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല. കാരണം തീർച്ചയായും എൻ്റെ മിത്രങ്ങൾ മുത്തഖീങ്ങൾ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരാൾ തങ്ങളാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്മ് പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം സയ്യിദ് അബുൽ അല മൗദൂദി. ആ സയ്യിദ് അബുൽ അല മൗദൂദി സയ്യിദാണ്,
തങ്ങളാണ്. അദ്ദേഹത്തിന്റെ വംശവൃക്ഷം അഥവാ അദ്ദേഹത്തിന്റെ പരമ്പര കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദ് അബുൽ മൗദൂദി മുതൽ അങ്ങോട്ട് പോയാൽ സയ്യിദ് മൗലവി ഹസൻ, അൽ മുത്തഖി അസ്സാഹിദ് സയ്യിദ് ഹസൻ, സയ്യിദ് തഖി വാരിഫ് അലി, സയ്യിദ് ആരിഫ് ഷാഹ് അബ്ദുൽ മുഇസ്, സയ്യിദ് ഹാഫിസ് ഷാഹ് അബ്ദുൽ അലി, അങ്ങനെ തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇമാം സാബിർ അബുൽ ഹസൻ അലി അത്തഖി, അവിടെ അങ്ങോട്ട് പോയാൽ ജാഫർ മുഹമ്മദ് അത്തഖി, പിന്നെ കാണാം അബുൽ ഹസൻ റിള, അബുൽ ഹസൻ മൂസൽ കാളിം, അബു അബ്ദുല്ല ജാഫർ സ്വാദിഖ്, അബു ജാഫർ മുഹമ്മദ് ബിൻ ബാക്കർ, അതുപോലെ തന്നെ സൈനുൽ ആബിദീൻ, ഇമാം ഹുസൈൻ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന സനദാണ് യഥാർത്ഥത്തിൽ അബുൽ അല മൗദൂദിയുടെ സനദ്. അയാളുടെ പരമ്പര എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ്. പക്ഷെ അബുൽ അല മൗദൂദിക്കെതിരെ ഇവിടെ APEK സമസ്ത എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ആക്ഷേപം ഉന്നയിക്കുകയാണ്, അദ്ദേഹത്തെ ഗണ്ണിക്കുകയാണ്, മതരാഷ്ട്രവാദത്തെ എതിർക്കുകയാണ്, ഹാക്കിമിയത്തൊക്കെതിരെ സംസാരിക്കുകയാണ്. മൗദൂദി അദ്ദേഹം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ അബദ്ധജടിലമായ വാദഗതികൾക്കെതിരെ പുസ്തകം എഴുതുകയാണ്. തങ്ങളായതുകൊണ്ട് എന്ത് പരിഗണനയാണ് അബുൽ അല മൗദൂദിക്ക് നമ്മൾ കൊടുക്കേണ്ടത്? വെറും തങ്ങളല്ല, നേരെ മറിച്ച് നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പര നോക്കിയാലും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പരയെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അത് തീർച്ചയായും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പര അത് ഹസനിയാണ്, ഹുസൈനിയാണ്. രണ്ട് പരമ്പരയിലും മുഹീദ്ദീൻ ഷെയ്ഖ് അതെ തങ്ങളാണ്, സയ്യിദാണെന്ന് പറയുന്നുവെങ്കിൽ ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പരയായി നിങ്ങൾ എണ്ണുന്ന അതേ പരമ്പരയാണ് അബുൽ അല മൗദൂദിയുടെ പരമ്പര. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പരയും അബുൽ അല മൗദൂദിയുടെ പരമ്പരയും ഏതാണ്ട് 8ഓളം ഉപ്പമാര് അവര് ഈക്വലായി വരികയാണ്. ഈ തങ്ങളായ സയ്യിദുൽ അബുൽ അല മൗദൂദിക്കെതിരെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ തങ്ങളാണെന്ന പരിഗണന നൽകിക്കൊണ്ട് അബുൽ അല മൗദൂദിയുടെ വാദഗതികൾക്കെതിരെ സംസാരിക്കാതിരിക്കണമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എങ്കിൽ അത് ഇസ്ലാമിക വിരുദ്ധമായ വാദമാണ്. ഇവിടെ പരിഗണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. അതിന് താഴെ മാത്രമാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ പാണക്കാട് തങ്ങൾ എന്നൊരു വൈകാരികതയൊന്നും ഇളക്കി വിടേണ്ടതില്ല. നേരെ മറിച്ച് ആ തങ്ങന്മാരോടും കൃത്യമായി ഇസ്ലാമിന്റെ ഉസൂലുകളെ സംബന്ധിച്ച് സംസാരിക്കും. എന്നാൽ ബാക്കിയുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായ വിഷയങ്ങളാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമാണോ അത് ആ നിലക്ക് സംസാരിക്കും. മതമായും രാഷ്ട്രീയമായും സഹകരണമായും ഇതൊക്കെ വേർതിരിച്ച് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്നും നല്ല ബോധ്യമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ എന്നുള്ളത് ഇനിയെങ്കിലും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം അവസാനമായി കൊണ്ടുവരുന്നത് നവവി ഇമാമിന്റെ പേരിൽ ഒരു ആരോപണമാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ആ ഹദീസ് ഒന്ന് പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സദഖ ചെയ്യുക മനുഷ്യൻ എന്തെങ്കിലും. ആരും ഒന്നും അനങ്ങുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും അവരോട് പറഞ്ഞു, സദഖ ചെയ്യൂ, നിങ്ങൾ ധർമ്മം ചെയ്യൂ. ആരും അനങ്ങുന്നില്ല. ആ സന്ദർഭത്തിൽ ഒരു സഹാബി അദ്ദേഹം എഴുന്നേറ്റ് പോയി. അദ്ദേഹം ഒരു കൂടയിൽ ഇതാ ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്ന് സദഖ ചെയ്യുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ഒരാൾ ഇസ്ലാമിലേക്ക് ഒരു നല്ല കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്നു വരുന്ന ആളുകൾ അവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് നബി പഠിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് ഒരു തിന്മ ഒരാൾ നടപ്പാക്കി കഴിഞ്ഞാൽ ആ തിന്മയെ തുടരുന്ന ആളുകളുടെ ആ പ്രതിഫലവും ആ ശിക്ഷയും ആ മനുഷ്യന് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് നല്ല വിധേയത്വം ഉണ്ടാക്കാനുള്ള തെളിവാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ഇസ്ലാമിലുള്ള ദീനിലുള്ള ഒരു കാര്യം ആളുകൾ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ആ സുന്നത്ത് നടപ്പാക്കിയാൽ തീർച്ചയായും അയാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിഫലം കിട്ടും. എന്നാൽ ഇതുപോലെ തിന്മ നടപ്പാക്കിയാലോ ആ തിന്മ അതിനെ അനുവർത്തിക്കുന്ന, അതിനെ കൊണ്ടുവരുന്ന, അതിനെ ആവാഹിക്കുന്ന ആളുകൾ അവരുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അത് നടപ്പാക്കിയ ആളുകൾക്കുള്ള ശിക്ഷയും ലഭിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതാ നല്ല വിധേയത്തുണ്ടാക്കാനുള്ള തെളിവല്ലേ, നല്ലതല്ലേ, പഴമെറിഞ്ഞതല്ലേ? അങ്ങനെ ഒരിക്കലും മതത്തിൽ ഒരു പുതുനിർമ്മിതി ഉണ്ടാക്കാൻ ഇത് തെളിവല്ല. അങ്ങനെ ഇമാം നവവി പറഞ്ഞിട്ടുമില്ല, ഇമാം നവവി പറയുകയുമില്ല. കാരണം ഇമാം നവവിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല അദ്ദേഹം ഈ വിഷയം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഉദ്ധരണികളിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വിവാദമായ ഘട്ടത്തിൽ ചില ആളുകൾ ചോദിച്ചല്ലോ, പഴമെറിയൽ വിവാദമായ ഘട്ടത്തിൽ ചില ആളുകൾ ചോദിച്ചല്ലോ,
എന്താ അവർ ചോദിച്ചത്? ഇത് ഒരുപാട് കിതാബുകളിൽ വന്നിട്ടില്ലേ? നെയിലിലെ സംഭവം ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചിട്ടില്ലേ? പല കിതാബുകളിലും പറഞ്ഞിട്ടില്ലേ? അന്നേരം ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ഇമാം നവവിയുടെ ഉദ്ധരണി വെച്ചുകൊണ്ട് തന്നെയാണ്. ശറഹ് മുഹദ്ദബിൽ അദ്ദേഹം സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അൽ ആശറത്തു 10ാമത്തേത് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് അസ്സലാത്തുൽ മഅറൂഫ, അറിയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്, ബിസ്സലാത്തുർ റഗായിബി, ആ നിസ്കാരത്തിന്റെ പേര് റഗായിബ് നിസ്കാരം എന്നാണ്. ഈ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കുക? 12 റക്അത്ത്, അതേ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ, അതേ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി, ആ വെള്ളിയാഴ്ച രാത്രി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ്. മാത്രമല്ല ഷഅബാൻ 15-ന് 100 റക്അത്ത് നിസ്കാരം. നിങ്ങൾ മനസ്സിലാക്കണം, പഴമറിയലല്ലേ, നല്ലതല്ലേ എന്നൊക്കെയല്ലേ ചോദിച്ചത്. ഇത് പഴമറിയലല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ 100 റക്അത്ത് നിസ്കരിക്കുക. റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ രാത്രിയിൽ 12 റക്അത്ത് നിസ്കരിക്കുക. 100 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുജൂദ് ഉണ്ടതില്, എത്ര റുക്കു ഉണ്ടതില്, എത്ര ഫാത്തിഹ ഉണ്ടതില്, ആ ഫാത്തിഹ എത്ര ആയത്തുണ്ട്, ആ ആയത്തുള്ള എത്ര ഹർഫുണ്ട്, ഇതെല്ലാം കൂലി കിട്ടേണ്ടതല്ലേ. പക്ഷേ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, അതേ വഹാത്താനി സ്വലാത്താനി ബിദ്അത്താനി വമുൻകറാനി കബീഹത്താനി, ഈ നിസ്കാരം ബിദ്അത്താണ്, നല്ല ബിദ്അത്ത് എന്നല്ല, നല്ലതല്ലേ എന്നല്ല. നിങ്ങൾ പറയും മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, നല്ല ഒരു സുന്നത്ത് നടപ്പാക്കുന്നു എന്നല്ല. നേരെ മറിച്ച് ഈ 2 റക്അത്ത് നിസ്കാരം ബിദ്അത്താനി, അത് രണ്ടും ബിദ്അത്താണ്. അഥവാ ശഅബാൻ 15 നിസ്കരിക്കുന്ന ഈ 100 റക്അത്ത് നിസ്കാരവും റജബിൽ നിസ്കരിക്കുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരവും, ഈ 2 നിസ്കാരങ്ങളും ബിദ്അത്താണ്, ഇത് രണ്ടും ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ മുൻകറാനി, വെറുക്കപ്പെട്ടതാണ്, കബീഹത്താനി, കബീഹായ പറഞ്ഞിട്ട് തികയുന്നില്ല ഇമാം നവവിക്ക്, കബീഹായ മ്ലേച്ഛമായ മുൻകറായ നിസ്കാരമാണ്. വലാ യഗ്തർ ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബ് വഹിയ ഉലൂമുദ്ദീൻ. നമുക്കറിയാം അബൂ ത്വാലിബിൽ മക്കി, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് ഖൂത്തുൽ ഖുലൂബ്. ഇതുപോലെ ഒരുപാട് സൂഫികളായ ആളുകൾ കൊണ്ട് നടക്കുന്ന, മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന 2 വാള്യങ്ങളുള്ള ആ ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ അബൂ ത്വാലിബ് അൽ മക്കി അദ്ദേഹം ഇത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ വഹിയ ഉലൂമുദ്ദീൻ, ലോകപ്രസിദ്ധനായ ഭുവനപ്രസിദ്ധനായ അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഭുവനപ്രസിദ്ധ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ ഈ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും വഞ്ചിതനാകരുത്. വലാ ബിൽ ഹദീസിൽ മദ്കൂർ ഫീഹിമാ, അതേ ഈ 2 കിതാബിലും മറ്റുള്ള കിതാബുകളിലും ഒക്കെ എടുത്തു പരിശോധിച്ചാൽ തന്നെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും വഞ്ചിതനാകരുത്. തീർച്ചയായും അത് മുഴുവനും കുലുദാലിക ബാത്തിലുൻ, അത് മുഴുവനും ബാത്തിലാണ്. അത് വിവരമില്ല, ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് അറിയാതെ ചില ആളുകൾ അതിന്റെ ഹുക്മ് സുന്നത്താണ് എന്ന നിലക്ക്, ഇസ്തിഹ്ബാബാണ് എന്ന നിലക്ക്, മുസ്തഹബാണ് എന്ന നിലക്ക് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് കണ്ട് വഞ്ചിതനായി പോകരുത് എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ ഉദ്ധരിച്ച മാനദണ്ഡ പ്രകാരമാണെങ്കിൽ, ആ വായിച്ച ഇബാറത്ത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണെങ്കിൽ ഇമാം നവവി പറയേണ്ടിയിരുന്നത് അത് നല്ലതല്ലേ, നല്ല ബിദ്അത്തല്ലേ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, റുകൂ ചെയ്യലല്ലേ, അവിടെ സുബ്ഹാനല്ലാഹ് അല്ലേ പറയുന്നത്, അതുപോലെ തന്നെ ഫാത്തിഹ അല്ലേ ഓതുന്നത്, അത്തഹിയാത്തല്ലേ, സുജൂദല്ലേ, അതും 100 വട്ടം നിസ്കരിക്കുകയല്ലേ, 100 റക്അത്തല്ലേ, അതല്ലെങ്കിൽ 12 റക്അത്തല്ലേ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്വലാത്തുൽ ഹാജത്തിന്റെ ഗണത്തിലേക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി നമുക്ക് അതിലേക്ക് ചേർക്കാമെന്നല്ല ഇമാം നബി മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരടിസ്ഥാനവുമില്ലാത്ത മുൻകറത്തായ ബിദ്അത്താണ്. അപ്പൊ നിങ്ങൾ ആ ഇബാറത്ത് തഹ്ഖീഖ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഇബാറത്ത് പോയിട്ട് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന ഹദീസ് പോലും തഹ്ഖീഖ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടുള്ള പ്രയാസമാണ്. അതുകൊണ്ട് ബഹുമാനനായ സുഹൃത്ത് നിഷാദ് അദ്ദേഹം ആ വിഷയം ഒന്നുകൂടി നന്നായി നല്ല ആലിമുകളുടെ അടുക്കൽ പോയിരുന്ന് കൃത്യമായി ഒന്ന് പഠിച്ചു മനസ്സിലാക്കണം.